ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ, ഇത് സംബന്ധിച്ച് വളരെ വലിയ വാദപ്രതിവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനും ഒട്ടും മോശമാക്കിയില്ല. അവരും വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഇന്ത്യയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് 3 റാഫേൽ യുദ്ധവിമാനങ്ങളടക്കം 6 വിമാനങ്ങൾ വീഴ്ത്തിയെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ഇത് ഏറ്റുപിടിച്ച് നമ്മുടെ പ്രതിപക്ഷം പോലും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുന്ന നിലയിലേക്ക് വന്നു. എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിമാനം, സൈനിക വിമാനം ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ നഷ്ടപ്പെട്ടതായി നമുക്ക് ഔദ്യോഗിക രേഖകളില്ല. ചില അവകാശവാദങ്ങൾ മാത്രമാണ്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില അവകാശവാദങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അവർ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങൾ വീഴ്ത്തി. അതിന് തെളിവായി അവർ കാണിച്ചത് ഒരു എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്ക്. കൃത്യമായി പറഞ്ഞാൽ അത് യുദ്ധവിമാനങ്ങൾ ദീർഘദൂര ഓപ്പറേഷന് പോകുമ്പോൾ അധികമായി ഇന്ധനം കരുതാനുള്ള ബാഹ്യഭാഗത്ത് ഘടിപ്പിക്കുന്ന ഒരു ഇന്ധന ടാങ്കാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് അവർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ആധികാരിക തെളിവും പാകിസ്ഥാൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് വാസ്തവം. റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസോത്ത് ഏവിയേഷൻ CEO അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഒരു റഫേൽ വിമാനം തകർന്നിട്ടുണ്ട്. പക്ഷേ അത് 20,000 അടി ഉയരെ നടന്ന ഒരു പരിശീലന പറക്കലിനിടെ സംഭവിച്ച ഒരു അപകടമാണ്. ഒരു ഏറ്റുമുട്ടലിൽ, ഒരു യുദ്ധമുഖത്ത് ഇതുവരെ ഇന്ത്യക്ക് റഫേൽ വിമാനം നഷ്ടമായിട്ടില്ല എന്നാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. അത്തരത്തിലൊരു റഫേൽ വിമാനം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് റഫേലിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കും. കാരണം ഇതുവരെ റഫേൽ വിമാനങ്ങൾ ഒരു യുദ്ധമുഖത്ത് തകർന്ന ചരിത്രമില്ല. അത്തരത്തിലുണ്ടെങ്കിൽ അത് റഫേലിനും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റഫേൽ അധികൃതരുടെ ആ വാക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. ഇപ്പോൾ മറ്റൊരു സംഗതി കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ നമ്മൾ പാകിസ്ഥാൻ്റെ 5 ഫൈറ്റർ വിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ താഴെ വീഴ്ത്തി. കൂടാതെ ഒരു ആകാശ റഡാർ, അവാക്സ് എന്നാണ് അതറിയപ്പെടുക, ആ ആകാശ റഡാറും വീഴ്ത്തി. അങ്ങനെ മൊത്തം 6 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പറന്ന് നിൽക്കവേ പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങൾ നമ്മൾ വീഴ്ത്തി എന്നാണ് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത്. അതിന് അദ്ദേഹം ക്രെഡിറ്റ് കൊടുത്തത് S-400, റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അത് ഇന്ത്യയിൽ സുദർശന ചക്രം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ സുദർശന ചക്രം അതിൻ്റെ തീവ്രത കാട്ടിയപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ആകാശ റഡാർ അടക്കം 5 വിമാനങ്ങൾ താഴെ വീണു എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് മറ്റൊരു വസ്തുതയും കൂടി അദ്ദേഹം വെളിപ്പെടുത്തി. പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണം അതുവഴി പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 2 വിമാനങ്ങളും തകർന്നിട്ടുണ്ടാകണം. അതൊന്ന് അമേരിക്കൻ നിർമ്മിത F-16 ആണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആകാശ റഡാർ ഘടിപ്പിച്ച, ഒരു അവാക്സ് ഘടിപ്പിച്ച ഒരു റഡാർ ഘടിപ്പിച്ച ഒരു വിമാനമാണ്. അങ്ങനെ മൊത്തം 8 വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ പക്കലുള്ള രേഖ. ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇപ്പോൾ മറ്റൊരു സംഗതിയും കൂടി വന്നിരിക്കുന്നു. മാർട്ടിൻ ബേക്കർ, ഇത് ഒരു ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി നിർമ്മിക്കുന്നത് ഫൈറ്റർ വിമാനങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് അപകടം സംഭവിക്കുമ്പോൾ പൈലറ്റുമാരുടെ സീറ്റ് എജക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് പൈലറ്റുമാർക്ക് സുരക്ഷിതമായി പുറത്തേക്ക് തെറിക്കുകയും പാരച്യൂട്ട് വഴി അവർ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതിക വിദ്യ. അപ്പോൾ ഇത്തരത്തിലുള്ള സീറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് മാർട്ടിൻ ബേക്കർ. അവർ അവരുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇതുവരെ അവരുടെ ഇത്തരത്തിലുള്ള സീറ്റ് ഉപയോഗിച്ച യുദ്ധവിമാനങ്ങളിൽ നിന്ന് എത്ര ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് അതാസമയം തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, അവർ കഴിഞ്ഞ ഏപ്രിൽ 16 പാകിസ്ഥാൻ്റെ തന്നെ ഒരു എയർഫോഴ്സിൻ്റെ മിറാഷ് V റോസ് എന്ന് പറയുന്ന ഒരു വിമാനം തകർന്നു. അത് വെഹാരി എന്ന് പറയുന്ന പ്രദേശത്താണ് തകർന്നത്. അതിൽ നിന്ന് 2 പൈലറ്റുമാർ രക്ഷപ്പെട്ടു. അങ്ങനെ അതുവരെ അവരുടെ മാർട്ടിൻ ബേക്കർ സീറ്റ് ഉപയോഗിച്ച് ജീവൻ രക്ഷിച്ച പൈലറ്റുമാരുടെ എണ്ണം 7784 എന്ന് അപ്ഡേറ്റ് ചെയ്തു. 2 പേരുടെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ മൊത്തം 7784 എന്ന് അപ്ഡേറ്റ് ചെയ്തു. ഇനി ഒരു സംഗതി കൂടി ഓർക്കണം. ഇവർ ഈ പൈലറ്റുമാരുടെ ജീവൻ രക്ഷപ്പെട്ടാൽ മാത്രമാണ് ഈ രീതിയിൽ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക.
പിന്നെ ഈ വിമാനം തകർന്നത് ഒരു സൈനിക ഓപ്പറേഷൻ ഇടയിലാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്താണ് തകർന്നതെങ്കിൽ അക്കാര്യം ഇവർ വെളിപ്പെടുത്തില്ല. കാരണം അത്തരത്തിലൊരു കരാർ, ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് ഈ കമ്പനിയും അതേപോലെ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആരാണോ അവരുമായിട്ടൊരു കരാറുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഇവർക്ക് ഈ യുദ്ധമുഖത്ത് ഒരു വിമാനം തകർന്നാൽ അക്കാര്യം വെളിപ്പെടുത്താനായിട്ടുള്ള അവകാശമില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അവർ ഇത് മനഃപൂർവ്വം ബോധപൂർവം മൗനം പാലിക്കുകയാണ് പതിവ്. അപ്പോൾ ഏപ്രിൽ 16-ന് 7784 പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്ന കമ്പനി പിന്നീട് മെയ് 7-ന് അവിടെ ആണ് അടുത്ത അപ്ഡേറ്റ് നടത്തുന്നത്. നമുക്കറിയാം, മെയ് 6-ന് അർദ്ധരാത്രിയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. മെയ് 7-ാം തീയതിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായത്. അപ്പം മെയ് 7-ാം തീയതി ഇവർ വിട്ട അപ്ഡേറ്റ് പ്രകാരം US നേവിയുടെ ഒരു സൂപ്പർ ഹോണറ്റ് ചെങ്കടലിൽ തകർന്നു വീണു. അങ്ങനെ 2 പൈലറ്റുമാരെ രക്ഷിച്ചു. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ് 7788 ജീവൻ രക്ഷിച്ചു. അതായത് 2 കൂടി ആയി. അപ്പോൾ 7784 കഴിഞ്ഞിട്ട് പിന്നെ 7784 ആണ് വരുന്നത്. അതായത് 4 സംഖ്യയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അപകടത്തിൽ 2 പേരുടെ കുറവ്, 2 പേർ കൂടി രക്ഷപ്പെട്ടു എന്ന് കണക്കാക്കുമ്പോൾ ആ 4-ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 2 പേരുടെ ജീവൻ, അതിൻ്റെ കണക്ക് ഇവർ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതായത് 7785, 7786 ആ 2 സംഭവങ്ങളുടെ വിവരങ്ങൾ ഇവർ കൊടുത്തിട്ടില്ല. ആ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, മെയ് 7-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ അതിതീവ്രമായ ഏറ്റുമുട്ടലിലേക്ക് എത്തിയത് എന്നുള്ളത് ഓർക്കണം. പിന്നീട് ഇവർ ഒരു ഫിന്നിഷ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു ഹോണറ്റ് വിമാനം തകർന്നതിൻ്റെ വിവരങ്ങൾ അന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7789 എന്ന വിവരവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവർ ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ 31-നാണ്. അന്ന് പോർട്ട് ഓഫ് എറിയയിൽ നടന്ന ഒരു വിമാന അപകടത്തിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തി. അങ്ങനെ 7793 എന്നുള്ള വിവരവും കൊടുത്തിരിക്കുന്നു. അതായത് 7789 ശേഷം പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് 7793 അപ്പോൾ 7790, 7791, 7792 ഈ നമ്പറുകളിൽപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഇവർ മിണ്ടുന്നേയില്ല. അപ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? ഈ അപകടങ്ങളിൽ ഒരു ഏറ്റുമുട്ടലിലൂടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ അത് ഇവരുടെ നേരത്തെ പറഞ്ഞ പോലെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് ഇവർ പുറത്തു വിട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ മാർട്ടിൻ ബെക്കർ ആ പറയുന്ന ഈ സീറ്റ് പാകിസ്ഥാൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന വിമാനങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്ന വിമാനങ്ങൾ ഒന്ന് JF-17 എന്ന് പറയുന്നൊരു വിമാനമാണ്. അത് ചൈനീസ് നിർമ്മിതമാണ്. ആ വിമാനത്തിൽ ഈ മാർട്ടിൻ ബെക്കറിൻ്റെ സുരക്ഷാ സീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അമേരിക്കൻ നിർമ്മിതമായ F-16 ആണ്. അതിലും ഇത്തരത്തിൽ ഈ മാർട്ടിൻ ബെക്കറിൻ്റെ സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചൈന നിർമ്മിതമായ J-10 എന്ന് പറയുന്ന ഒരു വിമാനവും പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിൽ ചൈനീസ് നിർമ്മിതമായ എജക്ഷൻ സീറ്റുകളാണുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉറപ്പായും മറ്റൊരു സംശയം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ റഫേലിനെ കുറിച്ചാണല്ലോ നമുക്ക് ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. റഫേലിലും ഇതേ പറയുന്ന മാർട്ടിൻ ബെക്കറിൻ്റെ സീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ തകർന്നതായിട്ട് നമ്മുടെ കയ്യിലോ പാകിസ്ഥാൻ്റെ കയ്യിലോ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാൻ ചില വ്യാജ പ്രചരണങ്ങൾ, ചില AI ക്രിയേറ്റഡ് ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ടു. പിന്നെ അവർ അവകാശപ്പെടുന്ന ഒരു സംഗതി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക് തകർന്ന നിലയിലുള്ള ഒരു ചിത്രം അവർ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര സൈനിക ഓപ്പറേഷന് പോകുമ്പോൾ വിമാനങ്ങൾ അധിക ഇന്ധനം കരുതാൻ വേണ്ടി, സൈനിക വിമാനങ്ങൾ അധിക ഇന്ധനം കരുതാൻ വേണ്ടി ആ വിമാനത്തിൻ്റെ ബാഹ്യമായി ഘടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്ക്. അതുകൊണ്ട് അത് താഴെ വീണ് കിടക്കുന്നു എന്നുള്ളതിൽ വലിയ കഥയില്ല. കാരണം ദൗത്യം നിർവഹിച്ച ശേഷം വേഗം അവിടുന്ന് കടന്നു കളയാൻ വേണ്ടി വിമാനങ്ങൾ ബോധപൂർവം അത് ഉപേക്ഷിക്കാറുമുണ്ട്. അപ്പോൾ അത് തകർത്തു എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം. ഇന്ത്യ കൃത്യമായ തെളിവുകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ
പാകിസ്ഥാൻ്റെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. നമ്മുടെ എയർ ചീഫ് മാർഷൽ അവകാശപ്പെട്ടതുപോലെ പാകിസ്ഥാൻ്റെ 5 ഫൈറ്റർ വിമാനങ്ങൾ ഇന്ത്യ തീർത്തിട്ടുണ്ട്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മൊത്തമായി നമ്മൾ വിശ്വാസത്തിലെടുത്താൽ മൊത്തം 8 പാകിസ്ഥാൻ വിമാനങ്ങൾ തീർത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് ഏതെങ്കിലും വിമാനങ്ങൾ നഷ്ടമായതായി ഇതുവരെ യാതൊരു തെളിവുകളും വന്നിട്ടില്ല. പാകിസ്ഥാൻ അവകാശപ്പെടുന്നു, പക്ഷേ ആ അവകാശവാദങ്ങൾ സാധൂകരിക്കാൻ ഇതുവരെ ഒരു തെളിവും പുറത്തുവിടാൻ അവർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.